ഹേ ഗായ്സ്, വെഹിക്കിൾ ഹണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഏതൊക്കെ മോഡലാണ് കാണാൻ പറ്റുമെന്ന് നോക്കാം. നമ്മൾ ഇന്ന് ആദ്യം കാണുന്നത് ടൊയോട്ട യാരിസാണ്, ഒരു പഴയ മോഡൽ. പിന്നെ വോക്സോൾ, പിന്നെ ഹോണ്ട CR തോന്നുന്നുണ്ട്, പിന്നെ ഒരു നോട്ട് കേൾക്കുന്നുണ്ട് നിസാൻ്റെ. നമ്മുടെ നേരെ മുന്നിലായിട്ട് ലേറ്റസ്റ്റ് മോഡൽ ടിഗ്വാനാണ്, ഫോക്സ് വാഗൻ്റെ അടിപൊളി. പിന്നെ അവിടെ ഗോൾഫിൻ്റെ ഒരു S8 കേൾക്കുന്നുണ്ട്, പിന്നെ MG ZS, അവിടുത്തെ എസ്റ്റം, പിന്നെ അതാ പോകുന്നു ഹോണ്ട ജാസ്, പിന്നെ ടൊയോട്ട CHR. ഇവിടെ ഇഷ്ടംപോലെ വണ്ടികൾ വന്നിട്ടുണ്ട്. യാരിസ്, CL, യാരിസ്, ഗോൾഫ്, അങ്ങനെ ഇഷ്ടംപോലെ വണ്ടികൾ വരുന്നുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ഷെഫീൽഡിൻ്റെ ഒരു ബിൽഡിങ്ങാണ്. ഈ റൈറ്റിൽ കാണുന്ന ഈ പള്ളിയും അത് യൂണിവേഴ്സിറ്റി ഓഫ് ഷെഫീൽഡിൻ്റെ ആണ്. ഈ സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് ആരെങ്കിലും യൂണിവേഴ്സിറ്റി ഓഫ് ഷെഫീൽഡിൽ വരുന്നുണ്ടെങ്കിൽ ഇതൊന്ന് നോക്കി വെച്ചോ, നിങ്ങൾക്ക് മിക്കവാറും ഇവിടെയൊക്കെ ക്ലാസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കുറേ ഈ ഭാഗത്തുള്ള മിക്ക ബിൽഡിങ്ങും യൂണിവേഴ്സിറ്റി ഓഫ് ഷെഫീൽഡിൻ്റെ തന്നെയാണ്. മിക്ക സ്ഥലത്തും ക്ലാസ്സുകൾ ഉണ്ടാവാറുണ്ട്. ഈ പള്ളി പോലത്തെ ഇല്ല, പണ്ടത്തെ ഒരു പള്ളിയാണ്. അതിലും ഇപ്പോൾ ക്ലാസ് നടക്കുന്നുണ്ട്. ഗോൾഫ് വിൽക്കുന്നുണ്ട്, കിയ നീറോ. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ടാണ് അവിടെ ഇത്ര തിരക്ക്. അവിടെ ഒരു ഐക്കോ കൊടുക്കുന്നുണ്ട്, ടൊയോട്ടയുടെ, പിന്നെ മെഴ്സീസ് ബെൻസുണ്ട്. ശനിയാഴ്ച ആയതുകൊണ്ടാണ് ഇവിടെ നിന്ന് നല്ല തിരക്കുള്ളത്. നമ്മൾ പോകുന്നത് ഒരു പാർക്കിംഗ് ഏരിയയിലൂടെയാണ്. പഴയ മോഡലൊരു ഗോൾഫ് കിടക്കുന്നുണ്ട്, അപ്പുറത്ത് തന്നെ പുതിയ മോഡലൊരു ഗോൾഫ് കിടക്കുന്നുണ്ട്, ഫോക്സ് വാഗൻ്റെ, പിന്നെ ഡിസ്കവറി, MGയുടെ ഏതോ ഒരു മോഡൽ എടുക്കുന്നു. പിന്നെ ഇവിടെ ഫിയറ്റ് 500, അവിടെ വീണ്ടും ഒരു ഗോൾഫ്. പിന്നെ അവിടെ ഒരു മാൻ കിടക്കുന്നുണ്ട്. ഇവിടെ കോഴ്സ, അവിടെ ഫോർഡ് KA, പിന്നെ C1 ഉണ്ട്, സിട്രണ്ട്, പിന്നെ ഫോർഡ് ഫീസ്റ്റ കിടക്കുന്നുണ്ട്. പിന്നെ അതാ കിടക്കണം ഒരു ഗോൾഫ്. ഇത് ഇലക്ട്രിക് ആണോ സംശയമുണ്ട്, തോന്നുന്നുണ്ട്, അറിയില്ല. പിന്നെ റെനോയുടെ പിങ്കോ എന്ന് പറഞ്ഞ മോഡലും ഒരു ഫോർഡ് ഫീസ്റ്റ് ഇതാ കിടക്കുന്നു. പിന്നെ ഫോക്സ് വാഗൻ്റെ ഒരു ഇലക്ട്രിക് ഉണ്ട്, അതിൻ്റെ പേര് എനിക്കറിയില്ല, എനിക്കോട്ടെ. പിന്നെ ഇലക്ട്രിക്, പിന്നെ ഇതാ ഫിയറ്റ് ഉണ്ടോ, ഇത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു കറക്റ്റ് അതുപോലത്തെ. അതാ പോയി ഒരു ഇവോക്ക് പോയി, റേഞ്ച് റോവർ ഇവോക്ക്. പിന്നെ നമ്മൾ നേരെ നടക്കുമ്പോൾ അതാ ഒരു ബ്ലാക്ക് മിനി കൂപ്പർ കൺവേർട്ടബിൾ എടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിൽ ജൂക്കും കോഡിയാക്കൊക്കെ ഉണ്ട്. ഇവിടെ ഐട്ടനൊക്കെ എടുക്കുന്നുണ്ട്, പിന്നെ ടിഗ്വാനൊക്കെ. എടുക്കുന്ന ഒരു C3 എയർക്രോസ്. നമ്മുടെ നാട്ടിലിപ്പോൾ കുറച്ച് മുന്നേ ഇറങ്ങിയിട്ടുണ്ട് മോഡലാണ്. പിന്നെ യുവത്തിന് 3008 എടുക്കുന്നുണ്ട്. പിന്നെ അത് എടുക്കുന്ന ഐഗോ ടൊയോട്ടയാണ്. ഇത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ മസ്തയുടെ CX5 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡൽ എടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ലുക്ക്
ലുക്കൊക്കെ ഉള്ളൊരു മോഡലാണിത്. ഇവിടെ ഇത്രയും ദിവസം നല്ല വെയിലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തണുപ്പും അതിനനുസരിച്ചിട്ട് കൂടിയിട്ടുണ്ട്. ചൂട് ഏതായാലും കുറച്ച് കുറഞ്ഞു. ഇവിടെ ടൊയോട്ട കൊറോളയുടെ ഒരു ഹാച്ച് കൊടുക്കണം. പിന്നെ അതിൻ്റെ നേരെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന സ്വിഫ്റ്റ് തൊട്ട് മുമ്പത്തെ ജനറേഷൻ. പിന്നെ Mazda 2 എന്ന് പറഞ്ഞിട്ടൊരു ഹാച്ച് ബാക്ക് ഇവിടെ എടുക്കുന്നുണ്ട്. പിന്നെ ഫോക്സ് വാഗനൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ നമ്മൾ ഫോക്സ് വാഗൺ അസ്ട്ര എന്ന് പറഞ്ഞൊരു മോഡലും കോഴ്സ എന്ന് പറഞ്ഞ മോഡലും കണ്ടു. ഇത് രണ്ടും ഫോക്സ് വാഗണിൻ്റെ ഹാച്ച് ബാക്കാണ്. പിന്നെ ഇപ്പുറത്ത് പോളോ പൂമ, പിന്നെ അവിടെ ഒരു KA എടുക്കുന്നുണ്ട്. പിന്നെ അവിടെ BMW ഒരു ഹാച്ച് ബാക്ക്, ഒരു വാൻ, പിന്നെ ഫോർഡിൻ്റെ ഒരെണ്ണം, പിന്നെ ഔഡി, അതൊക്കെ ഏതൊക്കെയോ എടുക്കുന്നുണ്ട് അവിടെ. ഏതായാലും ഇന്ന് യൂറോ കപ്പ് ഇവിടെ സ്ക്രീനിങ് ഉണ്ട്. ശബ്ദം കേൾക്കാണ്ട്. ഇവിടെ അതാ പോകുന്നു ഒരു ജാസ്, പഴയ മോഡൽ ഒരു ജാസാണ് പോയത്. പിന്നെ ഇവിടെ ഒരു സ്പോട്ട് എടുക്കുന്നുണ്ട്, റേഞ്ച് റോവർ സ്പോട്ട് Fiat 500, നല്ല കളറ്. പിന്നെ ഇവിടെ ആയിട്ട് നിസാൻ ലീഫ്, ഫോർഡ് ഫീസ്റ്റ, യുഗൻ എന്നൊരു മോഡല് മാസ്. ഇവിടെയാണ് അവിടെ അധികം കാണാത്തൊരു മോഡൽ സുബാറുവിൻ്റെ ഫോറസ്റ്റർ എടുക്കുന്നുണ്ട്. പിന്നെ റേഞ്ച് റോവർ, മൈക്ര, നിസാൻ മൈക്ര, സ്കോഡ ഒക്ടാവിയ, പിന്നെ ഫോക്സ് വാഗൻ്റെ ഗോൾഫ്. പിന്നെ അവിടെ ഒരു ഫീസ്റ്റ്, പിന്നെ ദേശീയയുടെ ഒരു മോഡലുണ്ട്. പക്ഷെ പേര് എനിക്ക് കറക്റ്റ് അറിയാം. ലെഫ്റ്റ് സൈഡിലായിട്ടൊരു പോളോ കിടക്കുന്നുണ്ട്, നമ്മുടെ നാട്ടിലത്തെ പഴയ പോളോ. പിന്നെ കിയയുടെ ടിക്കാൻഡോ എന്ന് പറഞ്ഞ മോഡൽ പോയി, ഒരു ജാസ് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ക്ലബ് മാൻ കൺട്രി മാനും പോയി, മിനി കൂപ്പർ. പിന്നെ അവിടെ നിന്ന് നേരെ നടക്കുമ്പോൾ മുന്നിൽ കൂടെ അതാ വരുന്നു നമ്മുടെ ഡസ്റ്ററൊക്കെ ഇപ്പോൾ ഉണ്ടോ എന്നറിയില്ല, ഡിസ്കണ്ടിന്യൂ ചെയ്തു എന്നാണ് തോന്നുന്നത് നമ്മുടെ നാട്ടിലൊക്കെ. സുസുക്കിയുടെ ഒരു സ്കൂട്ടറാണ് പോയത്, അങ്ങനെ TVSൻ്റെ വിഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലുണ്ടായിരുന്നു, ഏകദേശം അതേപോലെയൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ സൈഡിൽ ഒരു ക്യാപ്ചർ എടുക്കുന്നുണ്ട്, റെനോ ക്യാപ്ചർ. അത്യാവശ്യം ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലാണ്. മോറിസ് ഗാരേജസിൻ്റെ ഒരു EV, ഫോർഡിൻ്റെ ഒരു ഫീസ്റ്റ, ഫോക്സ് വാഗണിൻ്റെ ഒരു ഹാച്ച് ബാക്ക്, പിന്നെ ഗ്രാൻഡ് ഐട്ടൺ എന്ന പേരിൽ നമ്മുടെ നാട്ടിലിറങ്ങിയ ഐട്ടണാണ്, ഗ്രാൻഡില്ല. പിന്നെ സ്കോഡയുടെ ഹാച്ച് ബാക്ക് ആയിട്ട്, പിന്നെ നിസാൻ്റെ ഇത് ഞോട്ട തോന്നുന്നുണ്ട്, നോക്കാം. യെസ്, നിസാൻ നോട്ട്. പിന്നെ ടൊയോട്ടയുടെ ഹെറിയസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണിത്. കൂടുതലും ടാക്സിക്കൊക്കെ ഓടുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇവിടെ നമ്മുടെ മുമ്പിൽ ഫോർഡിൻ്റെ ഫീസ്റ്റ കിടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പുറത്തുനിന്നൊരു റാപ്പിഡ് പോയി. പിന്നെ റെനോ കസാർ എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണിത്. പിന്നെ അവിടെ ഒരു ഒക്ടേവിയ ഉണ്ട്,
ഫോർഡിൻ്റെ ഉണ്ട് വാന്. പറഞ്ഞ പോലെ ഇവിടെ ഇപ്പോൾ സമയം 7 മണിയായിട്ടുണ്ട്. സൺസെറ്റൊക്കെ നേരെ വൈകിട്ടാണ്, പക്ഷെ മഴക്കാറുള്ള ആരാണ് ഇത്ര ഒന്ന് ഇരുട്ടായിട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇതിൽ നല്ല വെളിച്ചം ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ കണ്ടില്ല, നല്ല മഴക്കാറുണ്ട്. ഇന്ന് രാവിലെയൊക്കെ മഴയായിരുന്നു. ഷിഫ്റ്റ് കഴിഞ്ഞ് വരുന്ന സമയത്തൊക്കെ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ പെയ്തിട്ടില്ല, പക്ഷെ മഴയ്ക്കുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. കാറ്റും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.